റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞതിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. രമേശ് പിഷാരടിയുടെ മൊഴി രേഖപ്പെടുത്തും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ BJP കൗൺസിലർ സിന്ധു രാജൻ ഉൾപ്പെടെയുള്ളവർക്ക് ഉടൻ നോട്ടീസ് നൽകും. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ അറക്കൽ, കടുത്ത നടപടികളിലേക്ക് പോലീസ് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. BJPയുടെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് എത്രത്തോളം സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട്? കോൺഗ്രസ് എന്തായാലും ഇതൊരു വലിയ വിഷയമാക്കി തന്നെ പ്രചാരണ രംഗത്ത് സജീവമാക്കി നിർത്തുന്നുണ്ട്. മധുസജി, തീർച്ചയായും പാലക്കാട് നടന്ന സംഭവമാണെങ്കിലും സംസ്ഥാനത്ത് ഉടനീളം ഈ പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞത് കോൺഗ്രസും UDFും വലിയ രീതിയിൽ പ്രചാരണ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് വടക്കന്തറയിൽ വെച്ച് വോട്ട് ചോദിക്കാൻ എത്തിയ രമേശ് പിഷാരടിയെ BJPയുടെ പാലക്കാട് മുനിസിപ്പാലിറ്റി കൗൺസിലർ അംഗമായിട്ടുള്ള സിന്ധു രാജന്റെ നേതൃത്വത്തിൽ തടയുന്നത്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ രമേശ് പിഷാരടി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞത്. ഈ വിഷയത്തിൽ പിന്നീട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ ശക്തമായി അപലപിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കോൺഗ്രസ് പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അറിയിക്കുന്നു. പിന്നാലെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ പരാതിയിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത. സിന്ധുരാജൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ ഇനി അടുത്ത നടപടിയുടെ ഭാഗമായിക്കൊണ്ടാണ് രമേശ് പിഷാരടിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ഇന്ന് തന്നെ രമേശ് പിഷാരടിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. അതിന് പിന്നാലെ തന്നെ സിന്ധുരാജനെയും ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ടുള്ള മറ്റ് 2 BJP പ്രവർത്തകരെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് വിളിച്ചു വരുത്തും. ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് ഉടൻ തന്നെ നൽകുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഏതായാലും പാലക്കാട് മണ്ഡലത്തിൽ വ്യാപകമായി വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് രമേശ് പിഷാരടിയെ ഈ BJP പ്രവർത്തകർ തടഞ്ഞ സംഭവം. BJPയുടെ ശക്തി മേഖലയായിട്ടുള്ള ഒരു പ്രദേശത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി BJP പ്രവർത്തകർ നടത്തിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ പാലക്കാടുള്ള നിഷ്പക്ഷ വോട്ട് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയാകുമെന്നും ഈ വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്ക് എത്തുമെന്നൊരു രീതിയിലുള്ള ചർച്ച ഇപ്പോൾ പാലക്കാട് നടക്കുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ നൽകാനുള്ള തീരുമാനവുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.